ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 29 തിങ്കളാഴ്ച ദിവസം 1299 മേടമാസം 16 ഇന്ത്യൻ തീയതി വൈശാഖ മാസം 9 നാളത്തെ സൂര്യോദയം രാവിലെ 6:11 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ഷഷ്ഠി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച പുലർകാലെ 4:52 പൂരാടം നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർകാലെ 4:45 പൂരാടം നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച പുലർച്ചെ 4:52 പൂരാടം നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ 4:45 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാട നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിലെ ദേവത ജലമാണ്. അതുപോലെ തന്നെ മൃഗം കുരങ്ങനാണ്, ഭൂതം വായുവാണ്, പക്ഷി കോഴിയാണ്, വൃക്ഷം വന്യയാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജനനം ശുക്രദശയിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാട നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് പൊതുവെ വിശാല മനസ്കരാണ്. എപ്പോഴും തങ്ങളുടെ അന്തസ്വഭിമാനം നിലനിർത്തി മാത്രമേ അവർ പെരുമാറുകയുള്ളൂ. ശുഭാപ്തി വിശ്വാസികളാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ തയ്യാറുള്ളവരാണ്, മനസ്സുള്ളവരാണ്. അതുപോലെ തന്നെ എതിർക്കുന്നവരെ ചെറുത്തു നിൽക്കുന്നതിൽ സാമർഥ്യമുള്ളവരാണെന്നും പറയുന്നു. മൂലധനം മുടക്കി സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ എപ്പോഴും പരിശ്രമിക്കുന്നവരാണ് പൂരാട നക്ഷത്ര ജാതകർ. അതുപോലെ തന്നെ പൂരാട നക്ഷത്ര ജാതകരായിട്ടുള്ള വക്കീലന്മാർക്ക് കേസുകൾ നടത്തുവാൻ പ്രത്യേക കഴിവുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. പൂരാട നക്ഷത്ര സ്ത്രീകൾ ഗൃഹഭരണത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വിജയം കൈവരിക്കുന്നവരാണ്. കാര്യപ്രാപ്തിയും ഈശ്വരഭക്തി ഇവർക്കുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. പൂരാട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് ശുക്രദശാകാലമാണ്. ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പൂരാട നക്ഷത്ര ജാതകരുടെ ദശാകാലം ഏത് ദശാകാലമാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നുള്ളത് അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഏത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഞാൻ ഉദാഹരണ സഹിതം പൂരാട നക്ഷത്ര ജാതകരുടെ ദശാകാലത്തെക്കുറിച്ച് പറഞ്ഞു തരാം. പൂരാട നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായി വന്നിരുന്ന ദശാകാലം ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം 20 വർഷമാണ്. എല്ലാവർക്കും 20 വർഷം വന്ന് ചേരണമെന്നില്ല. ചിലർക്ക് 10 വർഷം, 15 വർഷം, അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് 15 വയസ്സ് വരെ ശുക്രദശാകാലമാണെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലമാണ്. അപ്പോൾ 21 വയസ്സായി. അതിനുശേഷം 10 വർഷം ചന്ദ്രദശാകാലം 31 വയസ്സായി. പിന്നീട് 7 വർഷം കുജദശാകാലം 38 വയസ്സായി. അതിനുശേഷം 18 വർഷം രാഹുദശാകാലമായി 56 വയസ്സായി. അതിനുശേഷം 16 വർഷം വ്യാഴദശാകാലം 72 വയസ്സായി. പിന്നീട് ശനിദശാകാലം 19 വർഷം 91 വയസ്സായി. അത് കഴിഞ്ഞാൽ പിന്നെ 17 വർഷം ബുധദശാകാലമാണ് 108 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുദശാകാലം. അങ്ങനെ 115 വർഷം അല്ലെങ്കിൽ 115 വയസ്സ് വരെ ഇങ്ങനെ ദശാകാലത്തിൻ്റെ കണക്ക് വരുന്നു. ഇപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർക്ക് അവർ ജനിച്ച സമയം വെച്ച് അല്ലെങ്കിൽ ആ ഗ്രഹനില പ്രകാരം ജനനശിഷ്ടം ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം എന്ന് എഴുതിയിട്ടുണ്ട്. അതുപ്രകാരം തൊട്ടടുത്ത ദശാകാലമായ സൂര്യദശാകാലം തൊട്ട് മുമ്പോട്ട് കൂട്ടി പോയാൽ ഇപ്പോൾ ഏത് ദശാകാലത്താണ് തങ്ങളുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും. പൂരാട നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാഹുദശാകാലം, വ്യാഴദശാകാലമൊക്കെ നല്ല സമയമാണെന്ന് ഗ്രഹനില നോക്കി അതിൻ്റെതായ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഗ്രഹനില പ്രകാരമുള്ള ദോഷങ്ങളൊക്കെ ചെയ്തു വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. പുള്ളിക്കാര്യത്തിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ് താല്പര്യം കാണിക്കേണ്ടത്, അവർക്കാണ് അറിയാവുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് മാതാപിതാക്കൾ അത് ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നോർക്കുക. പ്രത്യേകിച്ച് സൂര്യദശാകാലമൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ സമയമാണ്. ആ സമയമൊക്കെ സൂര്യദശാകാലമൊക്കെ അനുയോജ്യമാണോ എന്നുള്ളത് നോക്കി പരിഹാരങ്ങൾ ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രത്യേകിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ഓർമ്മശക്തിയൊക്കെ ഉണ്ടോ, വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഗ്രഹനില ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തു വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം പൂരാട നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമാണെന്നാണ് ചിന്തിക്കുന്നത്.
അശ്വതി, ഭരണി, അനിഴം, ചോതി, പൂരം, ഉത്രം, മൂലം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ദിവസമാണ്. അശ്വതി, ഭരണി, അനിഴം, ചോതി, പൂരം, ഉത്രം, മൂലം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ചതയം, ഉത്രട്ടാതി, രോഹിണി, മകീരം, കാർത്തിക എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ നാളത്തെ ജീവിതം സാധാരണ ജീവിതമായിരിക്കും, സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതമായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനിയും നാളെ പകൽ സമയത്തെ ശുഭസമയമാണ് എടുത്തു പറഞ്ഞു തരുന്നത്. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:11 മുതൽ 7:41 വരെ ശുഭസമയമാണ്. രാവിലെ 6:11 മുതൽ 7:41 വരെ ശുഭസമയമാണ്. അതിനുശേഷം 10:41 മുതൽ ഉച്ചകഴിഞ്ഞ് 3:11 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രപ്രകാരം നാളത്തെ തീയതി 29 അതിനെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 2 വരും. 29 2 + 9 = 11, 11 1 + 1 = 2. അങ്ങനെ ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നു. അപ്രകാരം 2 ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ പേരിൽ BKR എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും അനുകൂലമായ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഖ്യാജ്യോതിഷപ്രകാരം നാളത്തെ ദിവസം പ്രിയപ്പെട്ടവർ പിന്തുടരുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായി വളരെയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർക്ക് എല്ലാ ദിവസവും പറഞ്ഞിരുന്നത്. വളരെ താല്പര്യത്തോടു കൂടി ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം നക്ഷത്രഫലമാണ്. നാളത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനയാണ് നക്ഷത്രഫലം എന്നുള്ളത്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹത്തിന് അത്ര അനുകൂലമായ ദിവസമല്ല. ധനം, കുടുംബം എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമായ സ്ഥിതിയല്ല. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. മാതാവിൽ നിന്നും ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി മെച്ചമാണെങ്കിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ പിതാവിന് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുക. ഭാര്യ മുഖേനയോ സ്ത്രീ മുഖേനയോ ഉള്ള ശത്രുത പിതാവിന് വന്നു ചേർന്ന് അത് മുഖേന പിതാവ് കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. 7ാം ഭാവത്തിൻ്റെ അധിപതിയായ ശുക്രൻ മേടൻ രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മേടൻ രാശിയിൽ ശുക്രൻ്റെ ശത്രുവുമായ സൂര്യനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. ശുക്രൻ സൂര്യനെ ശത്രുവായി കാണുന്നു. അതുപോലെ തന്നെ സൂര്യൻ ശുക്രനെ ശത്രുവായി കാണുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മേടക്കുറുവാരുടെ ലഗ്നഭാവത്തിലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുമൊക്കെ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ പിതാവിന് വന്നു ചേർന്ന് പിതാവ് മുഖേന കുടുംബത്തിലെ സുഖം, സ്വസ്ഥത, സമാധാന കേടുകളൊക്കെ ഇല്ലാതാകുന്നൊരു ദിവസമാണ്. പല ഭവനങ്ങളിലും ഇതൊരു വലിയ രൂക്ഷമായ ഒരു സ്ഥിതിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഇതൊക്കെ സമയദോഷം കൊണ്ടാണെന്നുള്ളതും മനസ്സിലാക്കണം. ചിലരോടൊക്കെ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പ്രശ്നം ഉണ്ടാകരുത്, സമയദോഷം കൊണ്ടാണ് സംഭവിക്കുന്നത്, അതിനെയൊക്കെ വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞാൽ സമയദോഷമല്ല, ഇതൊക്കെ മനഃപൂർവ്വം വരുത്തി വെക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. പല കുടുംബങ്ങളിലും അത് വലിയൊരു വിഷയമായി മാറുന്നുണ്ട്. അപ്പോൾ അത് ശുക്രൻ ഇപ്പോൾ ഉടൻ തന്നെ മേടൻ രാശി വിട്ടുപോകുവാൻ സാധ്യതയില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ കുടുംബത്തിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുള്ള ദിവസമാണ്. ദാമ്പത്യ സുഖം
അനുകൂലമായൊരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവും മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമായൊരു ദിവസമാണ്. രോഗം, കടം എന്നിവ ചിലർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരികവും മാനസികവുമായി തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ്. കഷ്ടനഷ്ടങ്ങളും വന്നു ചേരാം. അപ്പോൾ നാളത്തെ ദിവസം ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ കുടുംബത്തിൽ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സമ്പത്ത്, സൗഭാഗ്യം ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് സ്ത്രീ മൂലം ധനനാശം, മാനഹാനി എന്നിവ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇനിയും കർക്കിടകക്കുറ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര തൃപ്തികരമായ ദിവസമല്ല. കുടുംബത്തിൻ്റെയും ധനപരമായ അവസ്ഥയുടെയും സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. അത്ര തൃപ്തികരമായ ഒരു സാഹചര്യത്തിൽ കൂടി അല്ലായിരിക്കും മാതാവ് നാളെ കടന്നു പോവുക. അപ്പോൾ മാതാവിൻ്റെ അനുഭവത്തിൽ നല്ലതായ മെച്ചമായ സാഹചര്യങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാൻ രോഗം, കടം ഒക്കെ ഉണ്ടാകാം. ശത്രുശല്യം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ രോഗദുരിതത്താലും ശത്രുശല്യത്താലും തൃപ്തികരമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കുറ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അത്ര തൃപ്തികരമായ ദിവസമല്ല. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ നല്ല ഭാര്യ, നല്ല ദാമ്പത്യ ജീവിതം, നല്ല പുത്രന്മാർ, മനഃശുദ്ധി, നല്ല പെരുമാറ്റം ഒക്കെ ഭൂമി ലാഭം, അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ ധനനേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. ഒന്നിലും അധികം മോഹമില്ലാത്ത സ്വഭാവം വന്നു ചേരുന്നൊരു ദിവസം. സ്ത്രീജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാകുവാൻ സാധ്യതയുള്ള ദിവസം. നല്ല പുത്രന്മാരും വാഹനയോഗം ഉള്ളവരുമായി തീരുന്നൊരു ദിവസം. ചിലർക്ക് സ്ത്രീ വിഷയം മൂലം കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അതുമുഖേന മാനഹാനിക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അവർക്ക് തൊഴിൽപരമായി നേട്ടമുള്ളൊരു ദിവസമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ കീർത്തിയും സഹോദര ഗുണവുമൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും മെച്ചമായൊരു ദിവസമാണ്. ചിലർക്ക് മനഃശക്തി കുറയുവാനും അവർ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അവർക്ക് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ദാമ്പത്യ പ്രശ്നങ്ങളും കുടുംബജീവിത പ്രശ്നങ്ങളും ഒന്നും വന്നു ചേരാത്ത അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം, കാലനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഏതൊരു കാര്യവും വളരെ ബുദ്ധിപൂർവം ചെയ്ത് വിജയം കൈവരിക്കുന്നൊരു ദിവസമാണ്. പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിക്കുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ളവരോട് നല്ല ത്യാഗമനോഭാവത്തോടെ ഇടപെടുകയും വളരെ ത്യാഗമനോഭാവത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റി അങ്ങനെ ജീവിത വിജയം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതിയും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സ്ത്രീ സുഖം ലഭിക്കുന്നൊരു ദിവസമാണ്. ദാമ്പത്യ സുഖം വന്നിരുന്നൊരു ദിവസമാണ്. ധീരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നൊരു ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും എല്ലാം അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിത സുഖമുണ്ട്. ഭാഗ്യം കൊണ്ട് ധനം വന്നിരുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും
വളരെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ നാളത്തെ ദിവസം അലസത, കാര്യതടസ്സം, തീരുമാനം എടുക്കാൻ കാലതാമസം, സാഹസ പ്രവൃത്തികൾ, ശരീരത്തിൽ മുറിവ്, ചതവുകൾ, അന്യദേശവാസം, മാതൃക്ലേശം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം വ്യാപാരികൾക്ക് വ്യാപാര വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. കച്ചവട ലാഭം, നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ സുഖം ലഭിക്കുന്നൊരു ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്നുള്ള നിലയിൽ അവരുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ നല്ല രീതിയിൽ പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും പിതാവിൻ്റെ സ്ഥിതിയും മാതാവിൻ്റെ സ്ഥിതിയും ഒക്കെ അനുകൂലമായ നല്ലൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരട്ടാതി, കാലത്തുട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം ബന്ധുഗുണം കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. സുഖം, സ്വസ്ഥത, ദേഹന്മാർ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ കൃഷിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ഭാര്യാപുത്രാദികളുടെ സ്ഥിതി അനുകൂലമാണ്. ധനസ്ഥിതി മെച്ചമാണ്. അങ്ങനെ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എങ്കിലും നാളത്തെ ദിവസം ഇവരുടെ 2ാം ഭാവത്തിൽ, മീനക്കൂറുകാരുടെ 2ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യനും മോശമല്ല. സൂര്യന് ബലമുള്ള ഒരു മാസത്തിലാണ്. സൂര്യൻ ബലവാനാണ്. വലിയ കാര്യമായ ബലമില്ലെങ്കിലും അല്പം ബലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊക്കെ നാളത്തെ ദിവസം സൂര്യൻ ഈ നാളുകാരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചാൽ അവർക്ക് ധനപരമായി അല്പം ക്ലേശം സംഭവിക്കാം. പിതാവിൻ്റെ സ്ഥിതിയും അല്പം മോശമായ സാഹചര്യത്തിലേക്ക് കടന്നു പോയെന്ന് വരാം. അതൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയെ കാണിക്കുന്നു. നാളത്തെ ദിവസത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മെച്ചമായ സ്ഥിതിയെ തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഞാനിപ്പോൾ കാളഹസ്തിയിലാണ്. കാളഹസ്തി ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അല്പം സാങ്കേതികമായ അല്പം ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നാളെയും രാവിലെയും ഇവിടെ പൂജയുണ്ട്. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയും പൂജയുമുണ്ട്. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് തിരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ സന്നിധിയിൽ വന്നിരുന്നുകൊണ്ടാണ്, മഹാദേവനോട് അപേക്ഷിച്ചിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കും. ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിഷമിക്കേണ്ട. ഈ പ്രതിസന്ധിയിൽ നിന്നൊക്കെ മഹാദേവൻ പ്രിയപ്പെട്ടവരെ കരകയറ്റും. അത് 100% സത്യമാണ്. അല്പം കാലതാമസം വന്നാലും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ മാറി നല്ലൊരു ജീവിതം പ്രിയപ്പെട്ടവർക്ക് മഹാദേവൻ നൽകും. ഇപ്പം രോഗത്താലോ കടബാധിതാലോ വീടില്ലാതെയോ നല്ല ജോലിയില്ലാതെയോ ഒക്കെ ഭാരപ്പെടുന്നവർ വിഷമിക്കേണ്ട. മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നിങ്ങളെ നല്ല നിലയിൽ മഹാദേവൻ എത്തിക്കും. മഹാദേവൻ അതിന് സർവശക്തനാണ്. അപ്പോൾ മഹാദേവനിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മഹാദേവ എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ മഹാദേവൻ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം. മഹാദേവൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും അവരുടെ ഭവനത്തിലുണ്ടാകണം, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകണം. അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വസിക്കുക, മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കും. നാളത്തെ ദിവസം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരത്തോടു കൂടി നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.